നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ഒരു റെക്കോർഡ് നേടി. എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടാണ് റെക്കോർഡ് നേടിയത്. പക്ഷേ അല്ലേ, ഇത് അംഗീകരിക്കാൻ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അവര് പറയുന്നത് ഏറ്റവും കൂടുതൽ സമയം പ്രധാനമന്ത്രിയായിട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ്. 16 വർഷം. രണ്ടാമത്തെ സ്ഥാനവും മോദിജിക്ക് കിട്ടില്ലാത്രേ. 15 വർഷമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നതെങ്കിൽ അപ്പൊ പിന്നെ മോദിജിയുടെ റെക്കോർഡ് എന്താ? തുടർച്ചയായി ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡാണോ? അല്ല, അതും ജവഹർലാൽ നെഹ്റുവിനാണ്. 1947 മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ, അതായത് 1964 വരെ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ അല്ലേ, ശ്രീമാൻ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്ത് അവിടെ വിജയിച്ച് പ്രധാനമന്ത്രിയാകുന്നത് 1952 മുതൽ 1964 വരെയാണ്. അതിനു മുമ്പുള്ള 4.5 വർഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്ത് പ്രധാനമന്ത്രി ആയതല്ല. ഇനി ഇന്ദിരാഗാന്ധിയോ? 11 വർഷം തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിയായി അതിനുശേഷം തോൽക്കുകയും പിന്നീട് 1980 വീണ്ടും പ്രധാനമന്ത്രിയാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പ്രധാനമന്ത്രി ആയിട്ടില്ല എന്ന് സാരം. അതായത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയുടെ റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചാൽ, തുടർച്ചയായി ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്ത് വിജയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ആയിട്ടുള്ളത്. ആ റെക്കോർഡാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ ഷീബ രാമചന്ദ്രൻ എന്ന കോൺഗ്രസുകാരി ചേച്ചി പറയുന്നു, സംഘമിത്രങ്ങൾ പച്ചക്കള്ളം പറയുന്നത് നിർത്തുക എന്ന്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിലെവിടെയാണ് പച്ചക്കള്ളം? ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും അധിക കാലം പ്രധാനമന്ത്രി ആയിരിക്കുന്നത് എന്ന അവകാശം വാദം പറഞ്ഞു വരരുത്. കലണ്ടർ കത്തിച്ചാലൊന്നും ചാരമാകില്ല സംഘികളെ എന്നാണ് ഷീബ രാമചന്ദ്രൻ ചേച്ചി പറയുന്നത്. ചേച്ചി കുറച്ചധികം ചരിത്രം പഠിക്കേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ 1947 പ്രതിഷ്ഠിച്ചു പോയ പ്രധാനമന്ത്രിയെ കുറിച്ചല്ല ചേച്ചി ഇവിടെ പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പ്രധാനമന്ത്രിയായി തുടർച്ചയായി ഭരിച്ച റെക്കോർഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചേച്ചിക്കും ചേച്ചിയെ പോലെ ചിന്തിക്കുന്നവർക്കും വേണ്ടി ആ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം. കൊടും ചതിയാണ് നെഹ്റു പട്ടേലിനോട് ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന്റെ കാര്യം ഈ പറയുന്ന പട്ടേലിന്റെ അയൺ പ്രതിമയെ പോലും കോൺഗ്രസുകാർ ഭയക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് ഒരു ചരിത്രമുണ്ട്. ചരിത്രം പുനർവായിക്കുമോ എന്ന ഭയവുമുണ്ട് ഈ കോൺഗ്രസുകാർക്ക്. ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. സത്യത്തിൽ ആരാണ് ആകേണ്ടിയിരുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധിയെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് പദവി സ്വന്തമാക്കിയിട്ട് ഈ നെഹ്റു പട്ടേലിനെ എന്തിനാണ് തീർത്തത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാകാൻ. ആ സംഭവങ്ങളും നാടകങ്ങളും എങ്ങനെയാണെന്ന് പറയാം. ആദ്യ പ്രധാനമന്ത്രി ആരാകണം എന്ന ചർച്ച നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മഹാത്മാഗാന്ധിയെ കൊണ്ട് തന്റെ പേര് പറയിക്കണം എന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ തീരുമാനം. പക്ഷേ അല്ലേ, മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശം സ്വതന്ത്ര സമര നേതാക്കൾ തീർത്തും സ്വതന്ത്രമായി വോട്ട് ചെയ്ത് രാഷ്ട്രതലവനെ കണ്ടെത്തണം എന്നതായിരുന്നു. അങ്ങനെ ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ആകാനുള്ള തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ തീർത്തും 2 പേരുകളാണ് ഉയർന്നു വന്നത്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. വിജയിച്ചതോ സർദാർ വല്ലഭായ് പട്ടേൽ, അതും വൻ ഭൂരിപക്ഷത്തിൽ. നെഹ്റുവിന്റെ കൊടും ചതി, വർഗീയത. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി നെഹ്റു പരമാവധി കുതന്ത്രങ്ങൾ മെനഞ്ഞു. നെഹ്റുവിയൻ കോക്കസ് രൂപപ്പെടുത്തി പണവും പ്രതാപവും ഉപയോഗിച്ചു. കുറച്ച് മുസ്ലിം നേതാക്കളെ കോക്കസിൽ കൂടെ കൂട്ടി തകൃതിയായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. സർദാർ വല്ലഭായ് പട്ടേലിനെ തീവ്ര ഹിന്ദു പക്ഷക്കാരനാക്കി. ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദു പക്ഷത്ത് നിൽക്കും, അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടും എന്നെല്ലാം പറഞ്ഞ് കുപ്രചരണങ്ങൾ പറയാൻ തുടങ്ങി. ഹിന്ദു മുസ്ലിം വിഭാഗീയത രൂക്ഷമായി തുടങ്ങി. അങ്ങനെ പ്രശ്നമൊക്കെ രൂക്ഷമാവാൻ തുടങ്ങി. ഗാന്ധിജി ആകെ കൺഫ്യൂഷനായി. അദ്ദേഹം പട്ടേലിനെ വിളിച്ച് അഭിപ്രായം ആരാഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. സാമൂഹിക സേവനം, സമൂഹത്തിന് വേണ്ടി സേവിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ മൈൻഡില്. അവിടെ പ്രധാനമന്ത്രി ആകണം എന്ന ആഗ്രഹമൊന്നും അദ്ദേഹത്തിനില്ല എന്ന കാര്യം വ്യക്തമായിട്ട് ഗാന്ധിജിയോട് പറഞ്ഞു. അപ്പൊ ഗാന്ധിജിയുടെ ആ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏറ്റവും മുഖ്യമായ ഒരു സ്ഥാനം തന്നെ കൊടുക്കണം എന്ന് നെഹ്റുവിന്റെ അടുത്ത് ഗാന്ധിജി പറയുകയുണ്ടായി. ഗാന്ധിജി മുതിർന്ന നേതാക്കളെയെല്ലാം വിളിച്ച് സമവായ ഒരു ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിനെ പ്രഖ്യാപിക്കുന്നു. ഉപപ്രധാനമന്ത്രിയായി സർദാർ വല്ലഭായ് പട്ടേലിനെയും പ്രഖ്യാപിക്കുന്നു. ഗാന്ധിജിയെ ഒരു അംശം പോലും വേദനിപ്പിക്കാൻ പട്ടേലും തയ്യാറായിരുന്നില്ല. നെഹ്റു ആണെങ്കിലോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ വർഗീയത പറഞ്ഞുകൊണ്ട് പിന്നിലാക്കി, പിന്നിൽ നിന്ന് കുത്തി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഗാന്ധിജിയെ വേദനിപ്പിക്കാൻ ആഗ്രഹമില്ലാത്ത പട്ടേൽ ഉപപ്രധാനമന്ത്രിയായി തുടർന്നു. 1950 പട്ടേൽ മരണപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രീയ ശത്രു ഇല്ലാതെയായി. നെഹ്റുവിനെ പോലെ അധികാര കൊതിയും ചരടുവലിയും ഈ പറയുന്ന പട്ടേലിന് അന്നുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് നോക്കി. ഭാരതം സ്വതന്ത്രം ആകുന്നതിനു മുമ്പ് 15 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് ബ്രിട്ടൻ സമ്മതിച്ചു എന്നും ആയതിനാൽ നമുക്കൊരു പ്രധാനമന്ത്രി ആവശ്യമാണെന്നും അറിയിച്ചു. 15 പ്രവിശ്യകളും പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് കമ്മിറ്റി, അതായത് PCC, 1946 ഏപ്രിൽ 15 കോൺഗ്രസ് കമ്മിറ്റി കൂടി. 15 പ്രവിശ്യകളിൽ നിന്നും കിട്ടിയ കത്തില് മുദ്ര പതിപ്പിച്ച കത്തുകൾ ഓപ്പൺ ചെയ്തു. 12 എണ്ണം സർദാർ വല്ലഭായ് പട്ടേൽ, 2 എണ്ണം ആചാര്യ കൃപലാനി, അതിൽ 1 എണ്ണം പട്ടാഭി സീതാരാമയ്യ, നമ്മുടെ സ്വന്തം ചാച്ചാജിക്ക് വട്ടപൂജ. പക്ഷേ വട്ടപൂജക്കാരൻ പ്രധാനമന്ത്രിയായി.
ഇത് മാത്രമല്ല, ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന, 2 ഭാരതരത്ന അവാർഡുകളാണ് നെഹ്റു കുടുംബം അടിച്ചു മാറ്റിയത്. എത്രയോ മഹത് വ്യക്തികളെ ചവിട്ടിക്കൂട്ടിയാണ് അവരത് സ്വന്തമാക്കിയത്. ജവഹർലാൽ നെഹ്റുവിന് 1947 മുതൽ 1964 വരെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് പറയുന്ന ഭാരതരത്ന അദ്ദേഹം അടിച്ചു മാറ്റുന്നത്. 1955 ഇന്ദിരാഗാന്ധിയോ 1966 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ അവരും ഈ പറയുന്ന ഭാരതരത്ന അടിച്ചു മാറ്റിയത് 1971 സ്വയം ഭാരതരത്ന അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അക്കാലത്തൊക്കെ അവഗണിക്കപ്പെട്ടവർ ആരൊക്കെയാണെന്നറിയോ? ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 1990. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലിന് അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 1991. പിന്നെ ജയപ്രകാശ് നാരായൺ, അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടുന്നത് 1992. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അസാമാന്യ കഴിവുകളുള്ളവർക്കൊക്കെ ഭാരതരത്ന കിട്ടിയത് എപ്പോഴാണെന്നും ഈ പറയുന്ന നെഹ്റു കുടുംബം സ്വയം ഭാരതരത്ന ഏറ്റുവാങ്ങിയത് എപ്പോഴാണെന്നും അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി, അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്തെന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്ത് ഭരിച്ച പ്രധാനമന്ത്രി എന്ന റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയത്.